ഇന്ന് വാങ്കഡയിലെ നീലക്കടൽ സാക്ഷ്യം വഹിച്ചത് ഒരു ക്രിക്കറ്റ് പോരാട്ടത്തിനുമപ്പുറം ഒരു നായകന്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവിനാണ്. 20 ഓവറിൽ 229 എന്ന ഹിമാലയൻ ലക്ഷ്യം മുന്നിൽ കണ്ട് മുംബൈ ഇന്ത്യൻസ് ബാറ്റ് ചെയ്തിയപ്പോൾ ആരാധകരുടെ ഉള്ളിൽ നേരിയ ആശങ്കയുണ്ടായിരുന്നു. ഈ സീസണിൽ ഇതുവരെ ഇത്തരം കൂറ്റൻ ലക്ഷ്യങ്ങൾ പിന്തുടർന്ന് ശീലമില്ലാത്ത മുംബൈക്ക് രക്ഷകനായി ഒരാൾ തന്നെ വേണമായിരുന്നു. 5 മത്സരങ്ങളുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പരിക്കിന്റെ വേദനയൊക്കെ മറന്ന് ഹിറ്റ്മാൻ രോഹിത് ശർമ്മ ക്രീസിലേക്ക് നടന്നെടുത്തപ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം ഇളകി മറിഞ്ഞു. തുടക്കത്തിൽ ആ പഴയ വേഗത രോഹിതിന് കണ്ടെത്താനായില്ല. പരിക്കിന്റെ അവശതകൾ അദ്ദേഹത്തെ തളർത്തുന്നുണ്ടോ എന്ന് സംശയിക്കും വിധം 15 പന്തിൽ 15 റൺസ് എന്ന നിലയിൽ അദ്ദേഹം പതറി നിൽക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വിമർശകർ ടുക് ടുക് എന്ന് വിളിച്ച് അദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങി. എന്നാൽ വാങ്കഡയിലെ രാജാവ് തന്റെ പടയോട്ടം തുടങ്ങാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 6-ാം ഓവറിൽ പന്തെറിയാൻ വന്ന ആവേശ് ഖാനെതിരെ രോഹിത് ശർമ്മ തന്റെ വിശ്വരൂപം പുറത്തെടുത്തു. 4-4-6-6. ആ ഓവറിലെ ഓരോ പ്രഹരവും വിമർശകർക്കുള്ള വ്യക്തമായ മറുപടിയായിരുന്നു. പിന്നീട് കണ്ടത് ഹിറ്റ്മാന്റെ താണ്ഡവമായിരുന്നു. ഗ്രൗണ്ടിന്റെ എല്ലാ ഭാഗത്തേക്കും പന്തുകൾ പറന്നുകൊണ്ടേയിരുന്നു. സിക്സറുകളുടെ പെരുമഴയിൽ ലക്നോ ബൗളർമാർ നിസ്സഹരായി. രോഹിത് ക്രീസിലുണ്ടായിരുന്ന നിമിഷങ്ങളിൽ മുംബൈ കളിയിൽ പൂർണ്ണാധിപത്യം പുലർത്തുകയായിരുന്നു. ഓരോ സിക്സുകളും മുംബൈയുടെ വിജയ സാധ്യതകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ 44 പന്തുകളിൽ നിന്ന് 84 റൺസ് എടുത്ത് അദ്ദേഹം പുറത്താകുമ്പോൾ ആ ഇന്നിംഗ്സിൽ 6 ഫോറുകളും 7 പടുക്കൂറ്റൻ സിക്സറുകളും അടയാളപ്പെടുത്തുന്നതായിരുന്നു. രോഹിത് ഭവനിലേക്ക് മടങ്ങിയപ്പോൾ വാങ്കഡ സ്റ്റേഡിയം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് ആ ഇതിഹാസത്തിന് ആദരവ് നൽകി. പരിക്കിൽ നിന്ന് മടങ്ങിയെത്തി സമ്മർദ്ദഘട്ടത്തിൽ തന്റെ ടീമിനെ വിജയത്തിന്റെ പടിവാതിൽക്കിലെത്തിച്ച ആ ഇന്നിംഗ്സ് വെറുമൊരു പ്രകടനമായിരുന്നില്ല, അതൊരു തിരിച്ചുവരവായിരുന്നു. മുംബൈ ഇന്ത്യൻസ് ഇത്രയും നാൾ മിസ് ചെയ്തത് ഇയാളുടെ ഈ പോരാട്ട വീര്യമായിരുന്നു. തന്റെ സാന്നിധ്യം കൊണ്ട് മാത്രം കളിമാറ്റാൻ കഴിയുന്ന ആ നായകൻ തിരിച്ചെത്തിയതോടെ മുംബൈ ഇന്ത്യൻസ് വീണ്ടും വിജയവഴിയിൽ തിരിച്ചെത്തുകയാണ്. മുംബൈ ഇന്ത്യൻസ് എന്ന നീലപ്പടയുടെ ഈ സീസണിലെ യാത്ര കനൽ പാദങ്ങളിലൂടെയായിരുന്നു. 10 മത്സരങ്ങളിൽ 7ലും കാലിടറി ടൂർണമെന്റിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിലാണോ എന്നുപോലും ആരാധകർ ആശങ്കപ്പെട്ട നിമിഷങ്ങൾ. എന്നാൽ ആ ഇരുളടഞ്ഞ പാതയിൽ പ്രകാശമായി നിൽക്കുന്നത് ഒരേയൊരു മനുഷ്യനാണ്, നമ്മുടെ സ്വന്തം ഹിറ്റ്മാൻ. അതെ, രോഹിത് ശർമ്മ. മുംബൈയുടെ നട്ടെല്ല് അദ്ദേഹം തന്നെയാണെന്ന് ഈ സീസണിലെ ഓരോ വിജയവും വിളിച്ചു പറയുകയാണ്. മുംബൈ നേടിയ 3 വിജയങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് രോഹിത് എന്ന നായകന്റെ ബാറ്റിംഗ് കരുത്താണ്. അതിൽ 2 ടീമിനെ വിജയതീരത്തെത്തിച്ചത് അയാളുടെ ബാറ്റിൽ നിന്ന് പിറന്ന 78-84 റൺസുകളുടെ മാസ്മരിക ഇന്നിംഗ്സുകളായിരുന്നു. രോഹിത് ഇല്ലാത്ത ഓപ്പണിംഗ് കൂട്ടുകെട്ടുകൾ വെറുമൊരു പരീക്ഷണശാല പോലെ പതറിപ്പോകുന്നതാണ് ആരാധകർ കണ്ടത്. രോഹിത് ശർമ്മ എന്ന വികാരം മുംബൈ ഇന്ത്യൻസിന്റെ വിജയരഹസ്യമാണ്. അദ്ദേഹം വെറുമൊരു ഓപ്പണറല്ല, മറിച്ച് ടീമിനെ ആകെ ചലിപ്പിക്കുന്ന ഊർജമാണ്. ആ ബാറ്റിൽ നിന്ന് സിക്സറുകൾ പറക്കുമ്പോൾ സ്റ്റേഡിയം മാത്രമല്ല, ഓരോ മുംബൈ ആരാധകന്റെയും ഹൃദയം ആവേശത്താൽ തുടിക്കുമെന്നുറപ്പാണ്. നീലക്കുപ്പായക്കാർക്ക് ഇനിയും സ്വപ്നം കാണാൻ കഴിയുന്നത് ആ ഹിറ്റ്മാൻ മുന്നിൽ നിന്ന് നയിക്കുന്നത് കൊണ്ടാണ്. രോഹിത് ഉണ്ടെങ്കിൽ മുംബൈക്ക് അസാധ്യമായി ഒന്നുമില്ല. ഈ സീസണിൽ മുംബൈയുടെ കാര്യം തീരുമാനമായെങ്കിലും പരിക്ക് കാരണം നഷ്ടമായ 6 മത്സരങ്ങളുടെ ഗ്യാപ്പിന് ശേഷം രോഹിത് തിരിച്ചു വരികയാണ്. 6 ബൗണ്ടറികൾ, 7 സിക്സറുകൾ. മൊത്തത്തിൽ ചടച്ചിരുന്ന മുംബൈ ഫാൻസിന് ആശ്വസിക്കാനും സന്തോഷിക്കാനും മുംബൈ ആരാധകർക്ക് ആശ്വസിക്കാനും സന്തോഷിക്കാനും വക നൽകുന്ന ഒന്നൊന്നര ബാറ്റിംഗ് ആയിരുന്നു. അതും 190 സ്ട്രൈക്ക് റേറ്റിൽ അനായാസം സെഞ്ചുറിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ഇന്നിംഗ്സ് ആയിരുന്നു. ഈ സീസണിന്റെ തുടക്കം മുതൽ ഈ ലെവൽ ബാറ്റിംഗ് നടത്താനുള്ള മൂഡിൽ തന്നെയായിരുന്നു രോഹിത് ശർമ്മ. ആദ്യ കളിയിലും പരിക്ക് പറ്റി കയറിപ്പോയ കളിയിലും അത് കണ്ടതുമാണ്. 6 മത്സരങ്ങൾ മിസ്സായത് വല്ലാത്തൊരു നഷ്ടമായി തോന്നുന്നു. എന്തായാലും രോഹിത് ശർമ്മ തിരിച്ചു വന്നല്ലോ. മുംബൈ ഇന്ത്യൻസിന്റെ നീലക്കടലിൽ നിന്ന് തിരമാലകളില്ല, പകരം വല്ലാത്തൊരു നിശബ്ദത മാത്രം. ആ ശൂന്യതയ്ക്ക് ഒരേയൊരു കാരണമേ ഉള്ളൂ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹിറ്റ്മാൻ മൈതാനത്തിന് പുറത്താണ് എന്നത്. RCBയുമായുള്ള പോരാട്ടത്തിനിടയിൽ രോഹിത് ശർമ്മക്കേറ്റ ആ പരിക്ക് വെറുമൊരു ശാരീരിക വേദനയായിരുന്നില്ല, മറിച്ച് മുംബൈ എന്ന വൻമരത്തിന്റെ വേറൊരുക്കുന്ന ഒരു അനുഭവമായിരുന്നു. നായകനില്ലാതെ
നായകനില്ലാതെ പതറുന്ന ഒരു പടയെപ്പോലെ പിന്നീട് മുംബൈ ഇന്ത്യൻസ് ഓരോ മത്സരത്തിലും നിഴലായി മാറുകയായിരുന്നു. നെമന്തിർ പറഞ്ഞ വാക്കുകളിൽ ആ വേദനയും സത്യവും കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട്. രോഹിത് ഭായ് കേവലം ഒരു കളിക്കാരൻ മാത്രമല്ല, മറിച്ച് ടീമിന്റെ ആത്മവിശ്വാസമായിരുന്നു. നിർണായകമായ പല മത്സരങ്ങളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലാത്തത് ടീമിനെ വല്ലാതെ തളർത്തി. ബാറ്റ് നിര ചീട്ടുകൊട്ടാരം പോലെ തകരുന്നത് കണ്ട ആരാധകർക്ക് പവർ പ്ലേകളിൽ വിക്കറ്റുകൾ തുരുതുര വീഴുമ്പോൾ താങ്ങായി നിൽക്കാൻ ഒരാളില്ല എന്ന തിരിച്ചറിവ് വലിയ സങ്കടമായി മാറി. രോഹിത് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കളിയുടെ ഗതി തന്നെ മാറുമായിരുന്നു. പവർ പ്ലേകളിൽ അദ്ദേഹം നൽകുന്ന ആ കരുത്തുറ്റ തുടക്കം ഒരുപക്ഷെ കുറച്ച് വിജയം കൂടി മുംബൈയുടെ അക്കൗണ്ടിലെത്തിക്കുമായിരുന്നു. അടുത്തടുത്ത തോൽവികൾ ഏറ്റുവാങ്ങുമ്പോഴും മുംബൈ എന്ന ടീമിൽ നിന്നും ആരാധകർ പ്രതീക്ഷിച്ച ആ പോരാട്ട വീര്യം ഇത്തവണ കണ്ടില്ലായിരുന്നു. ജയിക്കാവുന്ന മത്സരങ്ങൾ പോലും കൈവിട്ടു പോകുമ്പോൾ രോഹിത് ശർമ്മ എന്ന പ്രതിഭ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന ചിന്ത ഓരോ മുംബൈ ആരാധകന്റെയും ഉള്ളിൽ വിങ്ങി നിന്നു. നമന്തിർ സൂചിപ്പിക്കുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ അദ്ദേഹമില്ലാതെ പോയതാണ് ഈ സീസണിൽ മുംബൈക്ക് സംഭവിച്ച ഏറ്റവും വലിയ തിരിച്ചടി. പ്ലേ ഓഫ് സ്വപ്നങ്ങൾ അകന്നു പോകുമ്പോഴും ഹിറ്റ്മാനില്ലാത്ത ആ ശൂന്യത വലിയൊരു നഷ്ടമായി മുംബൈയുടെ ചരിത്രത്തിൽ അവശേഷിക്കും. എന്നിരുന്നാലും അയാൾ തിരിച്ചു വന്നല്ലോ. ഇനി മുംബൈയുടെ തിരിച്ചുവരവ് എങ്ങനെയായിരിക്കും?